നമ്മൾ അയാളെ കുപ്പായം പൊക്കി നോക്കുന്നു. മുറിവുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നിന്റെ കയ്യിൽ ലൈറ്റ് ഉണ്ടായി കൊടുക്കാൻ. നോ താങ്ക്സ്. നമ്മൾ അയാളെ പിന്തുടരുന്നു, കുപ്പായം പൊക്കി നോക്കുന്നു, മുറിവുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ താങ്ക്സ്, അപ്പൊ അയാൾ അറസ്റ്റ് ചെയ്യുന്നു. അയാൾ തോക്കുണ്ടെങ്കിലോ? അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമ്മൾ അയാളെ എങ്ങനെ പിടിക്കും? നീയാണ് കുപ്പായം പൊക്കി നോക്കുന്നെങ്കിൽ ഞാൻ മുറിവ് നോക്കും, ഞാനാണ് കുപ്പായം പൊക്കുന്നെങ്കിൽ നീ മുറിവ് നോക്കണം. ഓക്കെ, അയാൾ വരുന്നുണ്ട്. കമാൺ, ഗെറ്റ് റെഡി. മുഖം മൂടിയിട്ടുള്ളൂ. കമാൺ കമാൺ. Come on. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാളും തിരിച്ചറിയില്ല, അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. എവിടെയാ കീറിയ തുണി? എവിടെ? നമ്മളിപ്പോ നീഗ്രോകളാണ്, അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്താ അബദ്ധം? ഞാൻ മേനോന്റെ ഭാര്യയുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടക്കേറി ഒന്നും പറയരുത്. ഈ തുണിയുടെ ബാക്കി തുണി അവിടെ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാന്തരം തെളിവായി. കമാൻ. What do you want? We want clothes. What? We want your clothes. What do you mean? We Negroes. Cloth washing, laundry, Negroes. Shut up. I talking English. Shut your bloody mouth, I say. No washing, no clothes. Please, madam, you should help us. Give us any clothes. We will give you concession and you will get your clothes cleanly washed. We have already given to the laundry. No clothes here. Please, madam, go and check it. Let it be a torn cloth, black one, a black torn shirt inside. What the hell are you talking? He talking to English. I have seen you somewhere. Eh? No, madam. We are Negroes, see? We are original Negroes. Black Negroes. Please, madam, give us clothes. Don't you understand? We have already given the clothes to the laundry. മനസ്സിലായടാ? Okay, madam, could you please tell me where the laundry shop is so that we can go and collect the clothes from there? Yes. Why? Madam, somehow we want to wash your clothes. We'll do it freely because we like Indians. All Indians are our brothers and sisters. Okay, where is the shop? Okay. Go straight, turn right, the first one. Oh, thank you very much, madam. Come on. അപ്പൊ തുണി? അയ്യോ മലയാളിയാണോ? ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാ. നീ മേലാൽ ഒരൊറ്റ അക്ഷരം മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല. നീ നീഗ്രോയാണ്. മേനോന്റെ ഷർട്ട് അതിന്റെ അകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, രക്ഷപ്പെടുക. മനസ്സിലായ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? രക്ഷപ്പെടുക. കുറച്ചുകൂടെ സ്റ്റൈല് നടക്ക്. മര്യാദക്ക് മലയാളം പറയരുത്. May I help you? May I help you? What? Yes, this gentleman will help you. Give this man an opportunity to prove his workmanship. I don't understand. Does he need a job?
Yeah, that's right. No vacancy here. Oh, no. Please, sir. And you don't have to pay him a penny. It is free service. The laundry where he was working is closed, and this gentleman was sitting idle for the past 1 week and is so sad and fed up. And you don't have to pay him any money. And you know something, sir? If you have got any torn clothes, just give it to him. He has got a marvelous way of making the clothes all right. I guess. Is it? Yeah. That's fine. Yeah, that's very fine. Give him all torn clothes and no wages. That's excellent. Thank Proceed. ചെന്ന് കംപ്ലീറ്റ് കീറിയ തുണികളും പരിശോധിക്കണം. അപ്പൊ നീ ഇവിടെ കാണില്ലേ? ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള മേനോന്റെ പേര് പറയല്ലേ? സോറി, ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള എല്ലാ ആശുപത്രികളിലും പോയി ഒരു പരിശോധന നടത്താം. മേനോന്റെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടല്ലോ, അതിന്റെ ചികിത്സയ്ക്കായി അയാൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് കാണുമല്ലോ. അതിന്റെ രേഖകൾ കണ്ടെത്തിയാൽ നമുക്കത് ഭയങ്കര തെളിവാണ്. അപ്പൊ ഒരു കാര്യം കൂടി ചെയ്യേ, കംപ്ലീറ്റ് മെഡിക്കൽ ഷോപ്പുകൾ ഒന്ന് ചെക്ക് ചെയ്യേ. എന്തിന്? അയാൾ മരുന്ന് വാങ്ങിച്ച തെളിവും വളരെ നല്ലതാണ്. ഓ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. Yes. ഓക്കേ, വിഷ് ഓൾ സക്സസ്. ഓക്കേ, താങ്ക് യു സർ. What the hell's going on here, idiot? What did you do with the machine? You stupid idiot! I'll kill you! Excuse me. Yes? Could you please tell me, is there any more hospital in this area? Yeah. There's a hospital down on that corner. Where? The next street, Belair Hospital. Bel Air. Yes. Excuse me, madam. Yes, may I help you? Is there anybody who has got an injury on his back who is being treated here? So many people are being treated here. What's your problem? I want to know whether he is treated here for his back injury or not. Who? He's an Indian. What is his name? So many names? What? Oh, I don't know his original name. Shivadasa Menon or Paul Barber. Or sometimes he may give some other names. What are you talking about? He's an Indian. Keralite. What? ഈ സ്ത്രീക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. തൊലി വെളുത്തിരുന്നാ മാത്രം പോരാ, അല്പം ബുദ്ധി വേണം. ആർക്കാ ബുദ്ധി വേണ്ടത്? ആ, Excuse me, sister. Yes? Ask him what his problem is. I don't understand what he's saying. എന്താ പ്രോബ്ലം? ഞാൻ പറയാം മോനെ. ഒരു മലയാളിയെ കണ്ടത് ഭാഗ്യമായി. സിസ്റ്റർ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചേ പറ്റൂ. ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനോ അന്വേഷണത്തിനോ ഒന്നും വേണ്ടിയല്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവ് പറ്റി. അയാളുടെ മുറിവിന് ചികിത്സിക്കാനോ എന്തിനെങ്കിലും ആശുപത്രി വന്നിട്ടുണ്ടോ? മലയാളിയാണോ? അതെ, തനി മലയാളി. മുതുകിന് താഴെ മുറിവ് പറ്റിയ ഒരു മലയാളിയെ അവിടെ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ? 613-ല്. ചേടാ, അവൻ ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഏതാ റൂം എന്ന് പറഞ്ഞ? 613. പോൾ ബാർബറെ, ശിവദാസ മേനോനെ, നിന്റെ മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ലല്ലേ? ഊക്കനൊരു തെളിവോടുകൂടി ഞാൻ നിന്നെ പിടികൂടാൻ പോന്നു. തമിഴ്നാട് CID രാംദാസിന്റെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. വെക്കടാ, വെടി വെക്കടാ,
വെക്കടാ. ഓഹോ, അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാടാ പോൾ ബാർബർ. എന്റെ അമ്മേ, ആലക്ക് കമ്പനിയിൽ അവിടെ ഇവിടെ പിടിച്ചു വെക്കി എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് പിന്നെ അവിടുത്തെ വെളുപ്പന്മാര് കർമ്മന്മാര് കൂടി ഫുട്ബോൾ തട്ടുന്നത് പോലെ എന്നെ തട്ടി. എന്റെ അമ്മേ. ഓ, അപ്പൊ അതാണ് കാര്യം അല്ലേ? തല്ല് കിട്ടാനിടയുള്ള സ്ഥലത്തൊക്കെ നീ തന്നെയാണല്ലോ അയക്കാൾ. വിജയ, മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലതും സഹിക്കേണ്ടി വരും. വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് നീ മറക്കരുത്. ഓ, എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ ജീവൻ ഇവിടെ വെച്ച് പോവുകയാണെങ്കിൽ എന്റെ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും എന്റെ ബന്ധുക്കളെടുത്ത് എത്തിക്കണം. വിജയ, നിന്റെ ഡെഡ് ബോഡി എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. നിന്റെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് വരാം. ഓക്കെ? വിശക്കുന്നില്ലേ? റൊട്ടി. എനിക്ക് വേണ്ട ഉണക്കറൊട്ടി. പിന്നെ എനിക്ക് ചോറും കറിയും വേണം. ഇവിടെ ഇവിടെ ചോറും കറിയും എവിടുന്നെങ്കിലും കൊണ്ടുപോവാ. മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ. എന്തൊക്കെയായി പറയുന്നേ? അതിന് മാത്രം അവാർഡൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ചോറും കറിയും വേണം. എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാ. അത് സാരമില്ല, ഞാൻ കഴിച്ചോളാം. മീനൊന്നുമില്ലേ? സോറി. പിന്നെ ഇതെങ്ങനെയാ കഴിക്കുന്നത്? മിസ്റ്റർ വിജയൻ എന്താ ജോലി? ഞങ്ങളുടെ ജോലി എന്തെന്ന് ആരോടും പറയാൻ പാടില്ല. ഭയങ്കര രഹസ്യമാണ്. രഹസ്യോ? വല്ല സ്മഗ്ലിംഗ് മറ്റാണോ? നോൺസെൻസ്. എന്താ ഇത്ര കിണിക്കാൻ? സ്മഗ്ലിംഗ് പോലും. ഞാനേ CID യാ, ഇന്ത്യൻ CID. CID യോ? ചിരി വേണ്ട കേട്ടോ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒത്തിരി കള്ളന്മാരെ പിടിച്ച പേരെടുത്ത ഒരു CID യാ ഞാൻ.